കർത്തൃനാമത്തിൽ ദൈവദാസീദാസന്മാർക്ക് എല്ലാവർക്കും വന്ദനം. ദൈവം എല്ലാവരെയും അളവില്ലാതെ വണ്ണം അതിരില്ലാതെ വണ്ണം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അനുഗ്രഹിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് വീണ്ടും നിങ്ങളെ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. ഇത് G2R പ്ലാറ്റ്ഫോം. പഴയ നിയമത്തിൽ നിന്നുള്ള പൗരോഹിത്യവും പുതിയ നിയമത്തിലെ രാജകീയ പൗരോഹിത്യവും, പഴയ നിയമത്തിൽ നിന്നുള്ള സമാഗമന കൂടാരവും പുതിയ നിയമത്തിലെ ദൈവത്തിൻ്റെ കൂടാരവുമാകുന്ന ദൈവസഭ. പഴയ നിയമത്തിലെ ഏക പൗരോഹിത്യ ഗോത്രം ലേവി ഗോത്രം, അതിൽ നിന്നും എടുക്കപ്പെട്ട അഹരോൻ. പുതിയ നിയമത്തിൽ എല്ലാ ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും വിളിച്ചു ചേർക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിതവർഗം. അതിൽ ഒരു ഗോത്രമില്ല, ജാതികളില്ല, വർഗമില്ല, വർണ്ണമില്ല, പാരമ്പര്യമില്ല, ഇന്നാളെ എടുക്കാവുന്നില്ല. വിളിക്കപ്പെട്ട എല്ലാവർക്കും, കർത്താവിനാൽ വിളിക്കപ്പെട്ടവരല്ലാതെ ഈ മഹത്വകരമായ ശുശ്രൂഷയിൽ ആരും ചുമൽ കൊടുക്കരുതെന്ന് ഓർപ്പിച്ചുകൊണ്ട് തുടർന്ന് ചിന്തിക്കാം. ദാവീദ് മകനോട് പറഞ്ഞ കൽപ്പന പ്രകാരം ദിനവൃത്താന്തം 2-ാം പുസ്തകം 22-ാം അധ്യായം 19, ശലോമോൻ പണിത ആലയത്തിൻ്റെ ഉള്ളിൽ പെട്ടകത്തിലെ ഉപകരണങ്ങൾ എല്ലാം വെച്ചു. എങ്കിലും ദിനവൃത്താന്തം 2-ാമത്തെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 2-10 വാക്യങ്ങളിൽ ആ പെട്ടകത്തിൻ്റെ ഉള്ളിൽ കൽപ്പലകകൾ അല്ലാതെ മന്നയിട്ട് വെച്ച പൊൻപാത്രവും അഹരോൻ്റെ തളിർത്ത വടിയും ഇല്ലായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വിഷയം നിർത്തിയത്. ഇതിനൊരു ചരിത്രമുണ്ട്. എന്തുകൊണ്ട് ഈ 2 വിഷയങ്ങൾ അതിൽ ഇല്ലാതെ പോയി? അത് അല്പമായി ചിന്തിക്കണം. പലർക്കും ഈ ചരിത്രം അറിയുകയില്ല. പെട്ടകത്തിൻ്റെ രഹസ്യ ചരിത്രം, എ സീക്രട്ട് ഹിസ്റ്ററി ഓഫ് ദി ആർക്ക് ഓഫ് ദ ലോർഡ്. ഇത് നിങ്ങൾ മാത്രമല്ല, ദയവ് ചെയ്ത് ഇത് വായിക്കുന്ന, ഇത് കേൾക്കുന്ന, പഠിക്കുന്ന എല്ലാവരും പലരിലേക്ക് ഇത് വിടണം. എന്തുകൊണ്ട് പെട്ടകത്തിൻ്റെ ഉള്ളിൽ, ശലോമോൻ പണിത ആലയത്തിലെ പെട്ടകത്തിൻ്റെ ഉള്ളിൽ, ലോകത്തിലെ അഭൂതപൂർവമായ അത്ഭുത പ്രതിഭാസമായിരുന്ന ആ വലിയ ആലയത്തിൻ്റെ ഉള്ളിൽ വയ്ക്കപ്പെട്ട പെട്ടകത്തിൻ്റെ ഉള്ളിൽ കൽപ്പലകകൾ മാത്രമല്ലാതെ അഹരോൻ്റെ തളിർത്ത വടിയും മന്നയിട്ട് വെച്ച പൊൻപാത്രവും ഇല്ലാതെ പോയി? ആരെടുത്തു? എവിടെ പോയി? അതിനെന്ത് സംഭവിച്ചു എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചരിത്രത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. പെട്ടകത്തിൻ്റെ രഹസ്യ ചരിത്രം, എ സീക്രട്ട് ഹിസ്റ്ററി ഓഫ് ദി ആർക്ക്. ഇത് വിശ്വവിജ്ഞാന കോശത്തിൽ നിന്നും എൻസൈക്ലോപീഡിയയിൽ നിന്നും ശേഖരിക്കപ്പെട്ട വിവരങ്ങൾ ആകുന്നു. എത്യോപ്യൻ പാരമ്പര്യ വിശ്വാസം അനുസരിച്ച് ഷേബ രാജ്ഞി, ക്വീൻ ഓഫ് ഷേബ, ശലോമോൻ രാജാവിൻ്റെ കീർത്തി കേട്ടിട്ട് കടമൊഴികളാൽ അവനെ കണ്ട് വിഷയങ്ങൾ ഉറപ്പിക്കേണ്ടതിനു വേണ്ടി, ടു പ്രൂവ് സോളമൻ വിത്ത് ഹേർഡ് ആൻഡ് ഹാർഡ് ക്വസ്റ്റ്യൻസ്, കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കഠിനമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതിന്, അവനെ പരീക്ഷിക്കേണ്ടതിന് അതിമഹത്തമായ പരിവാരത്തോടും അനവധി പൊന്ന്, സുഗന്ധം ചുമന്ന ഒട്ടകങ്ങളോടും കൂടെ യെരുശലേമിൽ വന്നു. അവൾ അത് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ശേഷം അവൾ ചോദിച്ച സകല ചോദ്യങ്ങൾക്കും ഒന്നൊഴിയാതെ സകലത്തിനും ശലോമോൻ സമാധാനം പറഞ്ഞു. അവളുടെ ചോദ്യങ്ങൾക്ക് സമാധാനം പറയുവാൻ കഴിയാതെ ഒന്നും ശലോമോനെ മറപൊരുൾ എന്ന് പറഞ്ഞാൽ നത്തിങ് ഹിഡ്, അടയ്ക്കപ്പെട്ടതായി വെളിപ്പെടുത്തപ്പെട്ടതായി ഒന്നും ഉണ്ടായിരുന്നില്ല. ശലോമോൻ പണിത അരമന, അതിൻ്റെ ക്രമീകരണങ്ങൾ, അവൻ്റെ ശുശ്രൂഷകന്മാരുടെ ഇരിപ്പ്, ശുശ്രൂഷകന്മാരുടെ നില, അവരുടെ വസ്ത്രം, പാനപാത്രവാഹകന്മാർ, മേശയിലെ ഭക്ഷണം, അവൻ്റെ ആലയത്തിലേക്കുള്ള എഴുന്നള്ളത്ത് എന്നിവ കണ്ടിട്ട് അവൾ അമ്പരന്നുപോയി. ദിനവൃത്താന്തം 2-ാം പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അവൾ ചില നാളുകൾ അവിടെ പാർത്തപ്പോൾ അവൾ അവിടെ വന്നതിൻ്റെ മനോരഥം, ഓൾ ദാറ്റ് വാസ് ഇൻ ഹെർ ഹാർട്ട്, ഒക്കെയും ശലോമോനോട് പ്രസ്താവിച്ചു. ദിനവൃത്താന്തം 2-ാം പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവൾ ശലോമോൻ രാജാവിന് സമ്മാനമായി കൊണ്ടുവന്നതിൽ പരമായി അവൾ ആഗ്രഹിച്ചതും ചോദിച്ചതും ഒക്കെ ശലോമോൻ രാജാവ് അവൾ കൊടുത്തു. ഇവിടെയാണ് പ്രസ്തവ്യ വിഷയം
മറഞ്ഞു കിടക്കുന്നതിൻ്റെ രേഖ. അങ്ങനെ അവൾ ചോദിച്ചതിലും ആഗ്രഹിച്ചതിലും ഒക്കെ അത്ഭുതം അപാരവുമായി കൊടുത്തതുകൊണ്ട് തൻ്റെ ഭൃത്യന്മാരുമായി സ്വദേശമായ ശേബയിലേക്ക്, എത്യോപ്യയിലേക്ക് മടങ്ങിപ്പോയി. ദിനവൃത്താന്തം 2-ാം പുസ്തകം 9:12. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന വേദപുസ്തക ചരിത്രമാകുന്നു. ഇനിയുള്ളത് എത്യോപ്യരുടെ ഇടയിലുള്ള എത്യോപ്യൻ പുരാവൃത്തം അഥവാ എത്യോപ്യൻ ട്രഡീഷൻ. അവൾ ശലോമോനെ അറിയിച്ച മനോരഥങ്ങളിൽ ഒന്ന്, ഹൃദയ രഹസ്യങ്ങളിൽ ഒന്ന്, അവൾക്ക് ജ്ഞാനിയും സൗന്ദര്യപൂർണനുമായിരുന്ന ശലോമോനിൽ കൂടി ഒരു സന്തതിയെ ലഭിക്കണം എന്നുള്ളതായിരുന്നു അത്രേ. ശലോമോൻ അതിന് വഴങ്ങി. കാരണം ഏകഭാര്യത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയല്ലായിരുന്നല്ലോ ശലോമോൻ. 700 ഭാര്യമാരും 300 വെപ്പാട്ടികളുമുണ്ടല്ലോ. ഇത് മാത്രമല്ലാതെ 10-ാമത്തെ അധ്യായത്തിൽ കാണുന്ന പോലെ ഇത്രയും ദോഷകരമായ ജീവിതം ചെയ്ത ഒരു മനുഷ്യൻ വേറെയുണ്ടോ? അവളോടുകൂടെ ജീവിച്ചു എന്നതിനാൽ അത്രേ മനോരഥത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് അവൾ ചോദിച്ചതൊക്കെയും അവൾക്ക് കൊടുത്തു. അങ്ങനെ അവൾ തൻ്റെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി എന്നും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ദിനവൃത്താന്തം 2-ാം പുസ്തകം 9-ാം അധ്യായം 12-ാമത്തെ വാക്യം. ശലോമോനുമായുള്ള ശാരീരിക ബന്ധം വഴി ഗർഭിണിയായ ശേബാരാജ്ഞി ഒരു മകന് ജന്മം നൽകി. അവന് മെനോലെക്ക് സ്റ്റോലെ, പേര് ശ്രദ്ധിക്കണം, മെനോലെക്ക് സ്റ്റോലെ എന്ന പേര് നൽകി. അവൻ്റെ 20-ാമത്തെ വയസ്സുവരെ എത്യോപ്യയിൽ അമ്മയായ ശേബാരാജ്ഞിയോടുകൂടെ പാർക്കുകയും 20-ാമത്തെ വയസ്സിൽ അവൻ്റെ പിതാവിനെ സന്ദർശിക്കുവാൻ യെരുശലേമിലേക്ക് പോകുകയും കുറേ നാൾ ശലോമോനോടുകൂടെ വസിക്കുകയും ചെയ്ത ശേഷം എത്യോപ്യയിലേക്ക് മടങ്ങിപ്പോകുവാൻ തയ്യാറായിരിക്കുന്നു. അപ്പോൾ ശലോമോൻ രാജാവ് അവന്, നിനക്ക് സമ്മാനമായി തിരികെ പോകുമ്പോൾ എന്തു വേണം, അത് നിനക്ക് ലഭിക്കും എന്ന് പറയുകയും അതിനനുസരിച്ച് ശലോമോനോട് ചോദിച്ചത് വേറൊന്നുമല്ല, അവൻ്റെ സകലവിധമായ ജ്ഞാനത്തിൻ്റെയും സ്രോതസ്, ഉത്ഭവം, സർവജ്ഞാനിയായ യഹോവയുടെ തിരുനിവാസം, തിരുസാന്നിധ്യം, എഴുന്നള്ളി വസിക്കുന്ന യഹോവയുടെ പെട്ടകം മാത്രമാണെന്ന് അവൻ കാണുകയും അവൻ്റെ അമ്മയിൽ നിന്ന് ഗ്രഹിക്കുകയും ചെയ്തതനുസരിച്ച് മെനോലെക്ക് യഹോവയുടെ പെട്ടകം തരുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. താൻ പറഞ്ഞ വാക്കു മാറുവാൻ കഴിവില്ലെന്ന് ശലോമോൻ ബോധ്യമായപ്പോൾ അവൻ യഹോവയുടെ പെട്ടകം, മന്നയിട്ട് വെച്ച പൊൻപാത്രം, അഹരോന്റെ തളിർത്ത വടി, ന്യായപ്രമാണ കൽപ്പനകൾ മോശയെ വെട്ടി ദൈവകൽപ്പനകൾ വിരലുകൾ എഴുതപ്പെട്ട കൽപ്പനകൾ ഉൾപ്പെട്ട ആ പെട്ടകം അവനു കൊടുത്തു. അവൻ അത് തൻ്റെ ദേശത്ത് കൊണ്ടുപോയി അവിടെയുള്ള അക്സൂം പട്ടണത്തിൽ തിഗ്രേ പ്രവിശ്യയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നുവെന്നും പറയപ്പെടുന്നു. അനന്തരം AD 45 മുതൽ 50 വരെ എത്യോപ്യയിൽ ഒരു ക്രൈസ്തവ രാജ്യം ആയിരുന്നതിനാൽ അക്സൂമിൽ ചർച്ച് ഓഫ് അവർ സെയിന്റ് ലേഡി മേരി ഓഫ് സയൻ എന്ന ഓർത്തഡോക്സ് സഭയുടെ രഹസ്യ അറയിൽ അത് സൂക്ഷിക്കപ്പെട്ട് സുരക്ഷിതമായിരിക്കുന്നുവെന്നും അവരുടെ പുരാവൃത്ത വിശ്വാസമത്രേ, ട്രഡീഷണൽ ബിലീഫ്. അപ്പോൾ മെനോലെക്ക് കൊണ്ടുപോയ ആ പെട്ടകം എത്യോപ്യയിൽ സൂക്ഷിക്കുകയും AD 45 മുതൽ 50 വരെ എത്യോപ്യയിലെ ഒരു ക്രൈസ്തവ രാജ്യം ആയിരുന്ന അവരുടെ ആരാധനാ കേന്ദ്രത്തിൽ ചർച്ച് ഓഫ് അവർ ലേഡി മേരി ഓഫ് സയോൺ എന്ന ഓർത്തഡോക്സ് സഭയുടെ രഹസ്യ അറയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നുവെന്നുമാണ് ട്രഡീഷണൽ ബിലീഫ്. അത് ഒരു കാലത്തും തുറന്നിട്ടില്ല, തുറക്കുവാൻ അവർ താല്പര്യപ്പെടുന്നുമില്ല. ഇനി ഇതാകുന്നു കൃപാസനത്തെ സംബന്ധിച്ചും പെട്ടകത്തെ സംബന്ധിച്ചും ഉള്ള രഹസ്യ ചരിത്രം. അപ്പോൾ ആ പെട്ടകം എടുക്കപ്പെട്ടതിന് പകരം ശലോമോൻ രാജാവ് ഒരു പുതിയ പെട്ടകമുണ്ടാക്കി. മന്ന എവിടുന്ന് കിട്ടും? പൊൻപാത്രം ഉണ്ടാക്കാം. മന്ന എവിടുന്ന് കിട്ടും? തളിർത്ത വടി, നിരന്തരമായി തളിർത്തിരിക്കുന്ന വടി എവിടുന്ന് കിട്ടും? അതുകൊണ്ട് അത് രണ്ടും ഒഴിവാക്കി യെരുശലേമിന് സമീപത്തുള്ള മലയിൽ നിന്നും കൽപ്പലകകൾ 2 വെട്ടി ആ
എഴുതപ്പെട്ട കൽപ്പലകകൾ നിങ്ങൾ നോക്കുക. എവിടെങ്കിലും ഇന്നത്തെ കാലത്ത് കൽപ്പലകകൾ പ്രത്യക്ഷപ്പെട്ട് വായിക്കുന്നുണ്ടെങ്കിൽ ആ കൽപ്പലകകളുടെ ഒരു വശത്തു മാത്രമാണ് 5 കൽപ്പനകൾ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മോശയുടെ കൽപ്പലകളിൽ യഹോവ എഴുതിയത് അകത്തും പുറത്തും മുൻപിലും കൽപ്പനകൾ ഉണ്ടായിരുന്നു. 4 വശങ്ങളിൽ കൽപ്പനകൾ 10 എങ്ങനെ എഴുതി എന്നുള്ളത് ഒരു മർമ്മവുമാണ്. ഇനിയും എന്ത് സംഭവിക്കും? മശിഹ വന്ന് ഇഹലോകഭരണം ആരംഭിച്ച് മുള എന്നു പേരുള്ള പുരുഷൻ, യെശയ്യാ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 2, 6-ാം അധ്യായം 13, 11-ാം അധ്യായം 1, യിരെമ്യാവിൻ്റെ പ്രവചനം 23-ന്റെ 5, 33-ാം അധ്യായം 15, സെക്കറിയാവിൻ്റെ പ്രവചനം 3-ന്റെ 8, 6-ാം അധ്യായം 12, വെളിപ്പാട് പുസ്തകം 5-ന്റെ 5. ഇത്രയും വാക്യങ്ങളാണ് മുള എന്ന വിഷയത്തെ സംബന്ധിച്ച് തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം. തൻ്റെ സ്വന്തം നിലയിൽ വന്ന് പണിയുന്ന യഹോവയുടെ മന്ദിരത്തിൽ പ്രതിഷ്ഠിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. ഏത്? മെനലേക്ക് കൊണ്ടുപോയതും ദൈവത്തിൻ്റെ കൽപ്പനയാൽ മോശെ പണിതതും ദാവീദിന്റെ കൂടാരത്തിൽ ഇരുന്നതുമായ ആ പെട്ടകം. വീണ്ടും മശിഹാ തമ്പുരാൻ, സക്കറിയാ 6:12, തൻ്റെ നിലയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് പണിയുന്ന ആലയത്തിൽ അത് കൊണ്ടുവന്ന് വയ്ക്കപ്പെടും എന്നും അവർ വിശ്വസിക്കുന്നു. മോശെ പണിതതും മന്നയിട്ട് വെച്ച പൊൻപാത്രവും അഹരോന്റെ തളിർത്ത വടിയും ഇരുപുറവും 10 കൽപ്പനകൾ എഴുതപ്പെട്ട കൽപ്പലകകൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന യഹോവയുടെ പെട്ടകം അതേ വിധത്തിൽ മെനലേക്ക് കൊണ്ടുപോയതിന് പകരം ശലോമോൻ പഴയ ഒരു പെട്ടകത്തിന്റെ സാദൃശ്യത്തിൽ ഒരു പെട്ടകം ഉണ്ടാക്കി യെരുശലേമിൽ 2 കൽപ്പലകകൾ വെട്ടിയെടുത്ത് അതിന്മേൽ എഴുത്തുകൾ 10 കൽപ്പനകൾ എഴുതിയതിനാൽ അതേ ചിത്രങ്ങളിൽ കാണുന്ന ന്യായപ്രമാണ കൽപ്പലകകളുടെ ഒരു വശത്തു മാത്രമാണ് ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതെന്നുകൂടെ വായനക്കാർ, ശ്രോതാക്കൾ, കാണികൾ മനസ്സിലാക്കണം. അവരുടെ ഇടയിൽ വിശ്വസിക്കപ്പെടുന്ന ഈ പാരമ്പര്യ വിശ്വാസത്തെ സ്ഥിരീകരിക്കുന്ന ചില ചരിത്ര രേഖകളും ഉണ്ട്. അത് ഇപ്രകാരമത്രേ: ശലോമോൻ രാജാവിൻ്റെയും ശേബാരാജ്ഞിയുടെയും മകനായിരുന്ന മെനലക്ക് സ്റ്റോലയുടെ വംശപാരമ്പര്യത്തിൽ പെട്ടതെന്ന് അവകാശപ്പെടുന്ന എത്യോപ്യൻ ചക്രവർത്തിയായിരുന്ന ഹെയ്ലി സലാസി 1930 മുതൽ 1974 വരെയുള്ള 40 സംവത്സരങ്ങൾ എത്യോപ്യൻ ചക്രവർത്തിയായിരുന്നു. അയാളുടെ കൊലപാതകത്തിന് ശേഷം 1974 കാനഡയിലേക്ക് രക്ഷപ്പെട്ട അദ്ദേഹത്തിന്റെ കൊച്ചുമകൻ സ്റ്റീഫൻ മെഗാറ 1975 ടൊറോണ്ടോ നഗരത്തിൽ വെച്ച്, കാനഡയിലെ ഏറ്റവും വലിയ പട്ടണം ടൊറോണ്ടോ നഗരത്തിൽ വെച്ച് നടന്ന ഒരു ക്രിസ്തീയ കൺവെൻഷനിൽ തന്റെ മുൻഗാമിയായിരുന്ന മെനലക്ക് സ്റ്റോലെ യെരുശലേമിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന യഹോവയുടെ പെട്ടകം എത്യോപ്യയിലെ ടിഗ്രേ പ്രവിശ്യയിലുള്ള അക്സൂം പട്ടണത്തിലെ ഒബേലിസെക്സ് എന്ന പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് സെയിന്റ് മേരി എന്ന പള്ളിയുടെ ഭൂഗർഭാറയിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. ആ പെട്ടകം ഇനിയും മുള എന്ന് ബഹുമാനനാമമുള്ള ദൈവപുത്രൻ രാജാധിരാജാവും കർത്താധികർത്താവുമായി ഭൂമിയിൽ വന്ന് സാർവത്രിക ഭരണം, യൂണിവേഴ്സൽ കിങ്ഡം നടത്തുമ്പോൾ പണിയുന്ന ആലയത്തിൽ യെശയ്യാ പ്രവചനം 4:2, 6:13, 11:1, യിരെമ്യാ പ്രവചനം 23:5, 33:15, സെക്കറിയാ പ്രവചനം 3:8, 6:12, വെളിപ്പാട് പുസ്തകം 5:5. എന്തിനാണ് ഇത്രയും വചനങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ, വിവിധ കാലങ്ങളിൽ യെശയ്യാ പ്രവാചകൻ 1, യിരെമ്യാ പ്രവാചകൻ 2, സെക്കറിയാ പ്രവാചകൻ 3 സാക്ഷികൾ എഴുതിയിരിക്കുന്നു. അതിനെ അന്ത്യമായി നിറവേറ്റിക്കൊണ്ട് ദൈവപുത്രൻ തന്നെ വെളിപ്പാട് പുസ്തകം 5:5 സ്ഥാപിക്കുന്ന ആ ആലയത്തിൽ കൊണ്ടുവയ്ക്കും എന്നും വിശ്വസിക്കപ്പെടുന്നു. ഇതാകുന്നു ദൈവത്തിന്റെ പെട്ടകത്തെ സംബന്ധിച്ചുള്ള ഹ്രസ്വചരിത്രം. എന്നാൽ ശലോമോൻ പണിത അതിമനോഹരമായിരുന്ന ആലയവും യെരുശലേം പട്ടണവും ബാബേൽ രാജാവായിരുന്ന നെബൂഖദ്നേസറും അവന്റെ സൈന്യവും BC 593 വന്ന് നശിപ്പിക്കുകയും തച്ചുടയ്ക്കുകയും അതിലെ കൊട്ടാരങ്ങൾ, ആലയത്തിലുണ്ടായിരുന്ന സകല ഉപകരണങ്ങളും പെട്ടകം ഉൾപ്പെടെ ബാബിലോണിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം
25 അധ്യായം 8 മുതൽ 18 വരെയും, ദിനവൃത്താന്തം 2 പുസ്തകം 36 അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലും എഴുതിയിരിക്കുന്നു. ഇപ്രകാരം ഹോശേ പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തെ അക്ഷരം പ്രതി നിറവേറ്റി. ഇவ்விധത്തിൽ ഇസ്രായേൽ മക്കൾ ബഹുകാലമായി രാജാവ്, പ്രഭു, യാഗം, പ്രതിഷ്ഠ, ഏഫോദ്, ഗൃഹബിംബം എന്നിവ ഇല്ലാത്ത അവസ്ഥയിൽ ഈ നിമിഷം വരെ തുടരുന്നു. ഹോശേയ പ്രവചനം 3 അധ്യായം 4 വാക്യം. വിഷയം അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. ഈ സ്ഥിതി ഇനി അധിക നാൾ തുടരാതെ, അതായത് ഇന്നത്തെ സ്ഥിതി തുടരാതെ, എന്ത്? രാജാവ്, പ്രഭു, യാഗം, പ്രതിഷ്ഠ, ഏഫോദ്, ഗൃഹബിംബം എന്നിവയില്ലാതെ തുടരാതെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ദൈവമായ യഹോവയെയും അവരുടെ പിതാക്കന്മാർ ക്രൂശിച്ചു കൊന്ന ദാവീദിന്റെ പുത്രനെയും അന്വേഷിക്കും. ഹോശേയ പ്രവചനം 3:5, സക്രിയ പ്രവചനം 12 അധ്യായം 12-13 എന്നീ വാക്യങ്ങൾ. അന്ന് ദൈവപുത്രൻ രാജാധിരാജാവും ദൈവാധിദൈവവുമായി തന്റെ സർവ്വസൈന്യത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും, അതിനുശേഷം 20 അധ്യായം 6 വരെയുള്ള വാക്യങ്ങളും വായിച്ചാൽ യോവേൽ പ്രവചനം 3:1, 12, സക്രിയാവിന്റെ 14:9 നെബൂഖദ്നേസർ വീഴ്ത്തിയ ദാവീദിന്റെ കൂടാരത്തെ വീണ്ടും പണിയുകയും അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ പണിത് നിവർത്തുകയും ചെയ്യും. ആമോസ് 9:11-12. ആ വിഷയത്തെ അടിസ്ഥാനമാക്കി അപ്പസ്തലന്മാരുടെ ആദ്യ സുന്നഹദോസിൽ അവർ പറഞ്ഞ തിരുവചനം അപ്പസ്തലപ്രവൃത്തി 15 അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. വീടുപോയ ദാവീദിന്റെ കൂടാരം വീണ്ടും മനുഷ്യപുത്രൻ പണിയും. അന്ന് ദൈവപുത്രൻ അവിടെ ജീവാരംഭവും ജീവാവസാനവും ഇല്ലാതെ മൽക്കീസേദേക്കിന്റെ വിധത്തിൽ എന്നേക്കും മഹാപുരോഹിതൻ ആയിരിക്കും. പ്രവചനം സങ്കീർത്തനം 110:4, എബ്രായർക്ക് എഴുതിയ 5:6, 6:20, 7:17, 21, 24, 28. അതിൽ നമുക്കെന്നാ പഠിക്കാനുള്ളത്? അന്ന് നാം അവനോടുകൂടെ ദൈവപുത്രൻ രാജ്യവും പുരോഹിതന്മാരുമായി സഹസ്രാബ്ദ യുഗത്തിലും, വെളിപ്പാട് പുസ്തകം 1:6, 5:9, 10 നിത്യതയിലും ദൈവത്തെ ആരാധിക്കും. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 22:7 വരെയുള്ള വാക്യങ്ങൾ. ഇതോടുകൂടി പെട്ടകത്തിൽ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ടിരുന്നതും ഇന്ന് എവിടെയെന്ന് ആർക്കും അറിവില്ലാത്തതുമായ പഴയ നിയമ പുരോഹിത വർഗത്തിന് തെളിവായി എടുത്ത തളിർത്ത വടി പൊരുളായ നിത്യപൗരോഹിത്യത്തിന് വഴിമാറും. ഇതത്രേ ഇന്നത്തെ രാജകീയ പുരോഹിത വർഗവും ദൈവസഭയ്ക്കും ഉള്ള അനുഗ്രഹത്തിന്റെ പ്രത്യാശ. റോമർക്ക് എഴുതിയ ലേഖനം 8 അധ്യായം 18 വാക്യം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിരുവചനത്തിന്റെ സത്യം അറിയുവാൻ, തിരുവചനത്തിലെ രഹസ്യങ്ങൾ അറിയുവാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാലും മതിയാകുന്നതല്ല. തുടർന്നും ദൈവവചനം കേൾക്കുവാൻ നമ്മൾക്ക് ജാഗ്രതയുള്ളവരായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. കർത്താവും ദൈവമായുള്ളവേ, ഇതുവരെയും ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കുമായി സ്തോത്രം. വചനത്തോട് കൂട്ടുചേർക്കാതെ, വചനത്തിൽ നിന്നും സൗകര്യാർത്ഥം എടുത്തു കളയാതെ അതുപോലെ വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരും. കേൾവിക്കാരും ശ്രോതാക്കളുമായ എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് കർത്താവിൻ്റെ നാമത്തിൽ തിരുപ്പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.